ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാബു മൻ ഒരുത്തനെ കുറിച്ച് പറഞ്ഞ ബാബ് ലാ തഹില്ലു ലഹു സ്വതക്ക, അവന് സക്കാത്ത് വാങ്ങൽ ഹലാലല്ല. അങ്ങനത്തെ അള്ളാഹ് ഫറലാക്കിയ സക്കാത്തില്ലേ, അത് സ്വീകരിക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. പിന്നെ അൽ ബസ്റിൽ അവ്വൽ അനസ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു കൊച്ചു കുട്ടിയാണ്, മുത്തനബിൻ്റെ ഖാദിമ. കൊച്ചു പറഞ്ഞ ഒറ്റ കുട്ടിയല്ല. കാരണം അനസ് റളിയല്ലാഹു പറയാണ്, മറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി തംറത്തിൻ ഫി തരീഖ്, നബി തങ്ങൾ വഴി കിടക്കുന്നൊരു കാരക്കയുടെ അരികിലൂടെ നടന്നുപോയി. പള്ളി പൈച്ചണ കാരല്ലേ, നല്ല വിശപ്പുള്ള അല്ലേ, വളരെ ദാരിദ്ര്യത്തിൻ്റെ യുഗം. കാരക്ക കിടക്കണ കണ്ട് വഴിയിൽ. അപ്പോൾ ആർക്കും കൊടുത്ത് തിന്നാൻ കാണാം, മുഴർലൻഹൂന്നതിനൊക്കെ പറയാം. ഇത് ഒഴിച്ചിട്ട് വിടാം കൈമപ്പോൾ. ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ ഒരു 50 പൈസ അടി കടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും ഇപ്പോൾ എന്ത് ചെയ്യൂല, മെയിൻറ്റെയിൻ ചെയ്യൂലല്ലോ. എന്ന മാതിരിയുള്ള സാധനമാണ് ഇത്. അപ്പോൾ ഒരു കാരക്കയാണ്. ഫഖാല തങ്ങൾ പറഞ്ഞു, ലൗല അന്നി അഹാഫു, ഞാൻ പേടിക്കുന്നവനായിട്ടില്ലായിരുന്നുവെങ്കിൽ അൻ തകൂന, ഈ കാരക്ക ആകൽ ഫി സ്വതക, സകാത്തിൽ പെട്ടതാകലിനെ ഞാൻ പേടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അകൽ തുഹാ, ഞാനത് കഴിക്കുമായിരുന്നു. മനസ്സിലായില്ലേ? തഫഖുന്നലൈഹി. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് നമുക്ക് ശരീരമൊക്കെ കാണിച്ചു തന്നത്. നബിതങ്ങൾക്ക് ഹലാലാകാൻ പോലെ സംശയം ഉണ്ടായത് വരെ എന്ത് ചെയ്യില്ല, തിന്നില്ല. وعن أبي هريرة رضي الله عنه أنه قال أخذ الحسن بن علي تمرة من تمر صدقة, സക്കാത്തിൻ്റെ പിരിച്ചു കൊണ്ടുവന്ന കാരക്കൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരൊറ്റ കാരക്ക ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു എടുത്തു. അലിൻ്റെ മകൻ ഹസൻ എന്ന് പറഞ്ഞാൽ മുത്തനബിൻ്റെ പേരക്കുട്ടിയെ ഹസൻ ഹുസൈൻ എന്ന് പറഞ്ഞ ഹസൻ. ഈ പേരക്കുട്ടിയിലേക്ക് വലിയപ്പാക്ക് എന്തോ ഒരു ഇഷ്ടീകാരം, മുട്ടായിയൊക്കെ കൊണ്ടുപോയി കൊടുക്കും പേരക്കുട്ടിയേക്ക്. എന്നിട്ടോ ഫജഅലഹ ഫീ ഫീഹി, ആ ഫീ ഏത് ഫീയാ? രണ്ടാമത്തെ ഫീ. ആദ്യത്തെ ഫീ ജാറത്തായ ഫീ, രണ്ടാമത്തെ ഫീയോ ഫമ് എന്നുള്ള വാനാക്കുള്ള വൽമീമു ഹൈസുൽ മീമു മിൻഹു ബാന വൽഫാമു ഹൈസുൽ മീമു മിൻഹു ബാന. പിന്നെ ഫീ ഫീഹി, ഹസൻ എന്നവർ അവിടുത്തെ വായിലാക്കി. അങ്ങനെ കുട്ടികളല്ലേ, കുട്ടിയൊക്കെ അറിയില്ലല്ലോ, കൊച്ചു കുട്ടിയല്ലേ, കുട്ടീനൊക്കെ തൊള്ളേക്ക് എടുത്തിട്ടൂല്ലേ കുട്ടികൾ. മൂപ്പര ഹസൻ എന്ന് റളിയല്ലാഹു അൻഹു എടുത്ത് ഞാൻ തൊള്ളേക്ക് ഇട്ടു. അപ്പോൾ കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഹ് കഹ്, കൊച്ചു കുട്ടികളോട് തുപ്പാൻ വേണ്ടി നമ്മളെന്താ കാട്ടി കൊടുക്കൽ, നമ്മൾ തുപ്പി കാട്ടി കൊടുക്കും. അപ്പോൾ കുട്ടി എന്ത് ചെയ്യും, ഇങ്ങനെ കാട്ടാൻ വേണ്ടിയിട്ട് അല്യത്രാഹ, കുട്ടി അതിനെ ഇടാൻ വേണ്ടിങ്ങാണ്ട് നബിതങ്ങൾ ഇങ്ങനെ കാട്ടി കൊടുത്ത്. സുമ്മക്കാല തങ്ങൾ പറഞ്ഞു, മോനു അമാ ഷാർത്ത, മോനെ നിനക്കറിയൂലേ, അന്നാലു സദക്ക, നമ്മൾ സക്കാത്ത് കഴിക്കൂല, നമ്മൾ തങ്ങന്മാരാ, നിനക്കറിയില്ലേ. അപ്പം എന്ത് മനസ്സിലായി, ആരും നബീന് എന്ത് പറ്റൂല, സക്കാത്ത് വാങ്ങാൻ പറ്റൂല. മുത്തഫഖുൻ അലൈഹി. അത് ഒരുപാട് ഹദീസ് വരണം, അപ്പോഴത് കിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ ഒരു ഹസന്നൂർ പറഞ്ഞോട് മാത്രം വിഷയം മസലമാസാക്കാനായിട്ടില്ല. അത് മുജ്തഹിദീങ്ങളായ ഇമാമിങ്ങളാണ് ഷർവിത ചെറുപടം നടത്തിയിട്ട് അതിൽ നിന്ന് മസല പിടിച്ചെടുക്കൽ. നമുക്കിപ്പോൾ കിട്ടിയ ഹദീസ് ആനെങ്കിലും വെക്കാന്ന് മാത്രം. വൻ അബ്ദുൽ മാറിയോ അങ്ങനെ വൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഹാദി സദഖാത്തി, നിശ്ചയമായിട്ടും ഈ സക്കാത്തുകൾ ഇന്നമാ ഹി ഔസാഖുന്നാസ്, ജനങ്ങളുടെ വസഖുകളാവുന്നു, ചെളികളാവുന്നു. മനുഷ്യൻ അവൻ്റെ ശരീരത്തിൽ അവൻ്റെ ഇങ്ങനെ വൃത്തിയാക്കുന്ന അവൻ്റെ ശരീരം അല്ലെങ്കിൽ അവൻ്റെ പിന്നെ സമ്പത്ത് അത് കഴുകി വൃത്തിയാക്കുമ്പോൾ പുറത്തേക്ക് ഒഴിവാക്കുന്ന ചെളികളാണ് ഏത്, ഈ സക്കാത്ത് എന്നത്. എന്നിട്ട് പറയാണ്, വൈന്നഹ, നിശ്ചയമായിട്ട് ഈ ചെളികളൊന്നും ലാ തഹില്ലുലി മുഹമ്മദിൻ വല ആലി ആലി മുഹമ്മദിൻ, മുഹമ്മദിൻ്റെ കുടുംബത്തിനോ മുഹമ്മദിനിക്കോ ഇത് ഹലാലാകൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റവാഹു മുസ്ലിം. പിന്നെ وعن أبي هريرة رضي الله عنه أنه قال كان رسول الله صلى الله عليه وسلم, നബിതങ്ങളായി ഇദാ ഉത്തിയ ബി തുആമിൻ, ഭക്ഷണം അവിടുത്തെ ഹദറത്തിൽ കൊണ്ടുവരപ്പെട്ടാൽ സഅലൻഹു, അതിനെക്കുറിച്ച് ചോദിക്കും. ഹദിയത്തുൻ സദഖത്തുൻ ഉണ്ടോ? നമ്മൾ വിചാരിച്ചും അത് പിന്നെ സക്കാത്താന്ന് അറിയാത്ത കാലത്തോളം അന്വേഷിക്കാതെ അങ്ങോട്ട് തിന്നാൻ. അങ്ങനെയല്ല, നബിതങ്ങൾ ഹദറത്തിൽ സാധനം വന്നാൽ അന്വേഷിക്കും, ഇത് ഹദിയാണോ അതല്ല സക്കാത്താണോ. ഫൈൻകീല, പറയപ്പെട്ടാൽ എന്ത് സദഖത്തുൻ, ഇത് സക്കാത്താന്ന് പറയപ്പെട്ടാൽ ഖാലലി അസ്ഹാബിഹി, സഹാബാക്കളോട് പറയും, കുലു, നിങ്ങൾക്ക് കഴിക്കാം,
വലം യഅ്കുൽ എന്നിട്ട് തങ്ങൾ കഴിക്കാതിരിക്കും. ശരി. വൈങ്കയില പറയപ്പെട്ടാൽ ഹദിയത്തുൻ അത് ഹദിയാണ് എന്ന് പറയപ്പെട്ടാൽ ലറബ ബിയദിഹി നബികൾ കൈകൊണ്ടത് പിടിക്കും, എന്നിട്ട് വാക്കലമാകും അവർ കൂടെ കഴിക്കുകയും ചെയ്യും. അതുകൊണ്ട് എടുത്തിട്ട് എല്ലാവരും തിന്നുമ്പോൾ ഉത്തരവിയും തിന്നും. തഫഖുൻ അലൈഹി. വഅൻ ആയിഷ റളിയല്ലാഹു അൻഹാ അന്നഹാ ഖാലത്ത് കാന ഫീ ബരീറ ബീവിൻ്റെ കാര്യത്തിലുണ്ടായിരുന്നു. ബരീറ ബീവി എന്തായിരുന്നു? ആദ്യം അടിമപ്പെണ്ണായിരുന്നു. ഇങ്ങോട്ട് എന്ത് ചെയ്തു? ഈ മോചിപ്പിച്ചപ്പോൾ ആയിഷ ബീവിൻ്റെ ആള് ആയിഷ ബീവി പറയാണ്, ബരീറ ബീവിയിൽ ഉണ്ടായിട്ടുണ്ട് സലാസു സുനനിൻ 3 കാര്യം പഠിക്കാണ്ടായിട്ടുണ്ട്. ബരീറ ബീവി മുഖേന എനിക്ക് 3 കാര്യങ്ങൾ ഉണ്ടായിന്ന് പറഞ്ഞാൽ 3 ശരീരം കിട്ടിയെന്ന് പറഞ്ഞാൽ 3 വിഷയം ഞാൻ അവിടുന്ന് പഠിച്ചിട്ടുണ്ട്. യഹ്ദസുനനി അതിൽ നിന്ന് ഒന്ന് അന്നഹാ ഉതിഖത്ത് ഫഹുയ്യിറ ഫീ സൗജിഹാ മഹദി അടിമത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടപ്പോൾ സൗജിൻ്റെ കാര്യത്തിൽ ഖിയാർ നൽകപ്പെട്ടു, ഇഷ്ടാനുസരണം നൽകപ്പെട്ടു. കാരണം മൂപ്പരടിമയാണ്. ആര്? മുഗീസ് എന്ന ഭർത്താവ് അടിമയാണ്. അടിമയാന്ന് ഭർത്താവിൻ്റെ കീഴിൽ ഹുറത്തായ ആർക്കും നിന്നോളന്നില്ല, ബരീറയ്ക്ക് നിന്നോളന്നില്ല. ബരീറ ബീവി ആരും ഒഴിവാക്കി ഖിയാർ കൊടുത്തു. എനിക്ക് വേണമെങ്കിൽ ഭർത്താവാക്കി നിർത്തും ചെയ്യുക, അല്ല എനിക്ക് ബസ്സിൽ പോവുകയും ചെയ്യാറുണ്ട്. എന്ത് ചെയ്ത് ശരി കുറേ വെയ്ത്താലെ കൂടി നോക്കി സുന്ദരി ഇങ്ങോട്ട്. അപ്പം കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള പറഞ്ഞു, അൽ വലാഉ ലിമൻ അതക ഇത്ക്ക് അധികാരം ആരാണോ ഇത്ക്ക് ഇല്ല അവർക്കാണ്. പിന്നെ ഇതില്ലെങ്കിൽ അസ്ബക്കാരൊന്നും ഇല്ലെങ്കിൽ സ്വത്ത് അവസാനം ആർക്ക് കിട്ടും? എത്തിക്കുന്നില്ലെങ്കിൽ ആര് കിട്ടും? ഈ ആരെത്തിക്കില്ലിച്ചാൽ ഓൽക്ക് കിട്ടും. അതുപോലെ തന്നെ ഇനി കെട്ടിച്ചേണ്ടി എന്തെങ്കിലും കൈ കൊടുക്കാനുള്ള അവകാശം ആർക്ക് അധികാരം? അവസാനം ഇവിടെ എത്തും, എത്തിക്കിലെത്തും. ഇത്ക്ക് അധികാരം ഇത്തിക്കല്യവർക്കാണ്. അപ്പോൾ ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ കയറി വന്നു. വൽ ബുർമത്തു കലം, ഭക്ഷണം പാകം ചെയ്യുന്ന കാര്യത്തിന് ബുർമ അറിയാം. ബുർമ തഫൂറു അതിങ്ങനെ തിളച്ചു മറിയുകയാണ്. ലെഹമിൻ ലെഹമ് കൊണ്ട് ഇങ്ങനെ തിളച്ചു മറിയുകയാണ്. ഫഖുരിബയിലേക്ക് ഇങ്ങനെ തങ്ങളിലേക്ക് അടുപ്പിക്കപ്പെട്ടു. ഹുബുസും ഉദുമുമിൻ ഉദുമിൽ വൈത്തി വീട്ടിൽ നിന്നാവുന്ന സാധാ കൂട്ടാനിൽപ്പെട്ട കൂട്ടാനും റൊട്ടിയും കൂടിയും അടുപ്പിക്കപ്പെട്ടു. ഇറച്ചി വളമ്പി കൊടുന്നില്ല, ലോക്കൽ കറിയും പിന്നെ ഹുബുസും കൂടി കൊണ്ടുപോയി കൊടുത്തു. നബിതങ്ങൾ കണ്ടിട്ടേ ഏത് അപ്പുറത്ത് ഇങ്ങനെ ഇറച്ചി ഇങ്ങനെ കരത്ത് കിടന്ന് മാറിയതിനെ കണ്ടുകണം. ഇങ്ങോട്ട് അതില്ല. അപ്പം അല്ല മറഞ്ഞപ്പം കണ്ടില്ലേ ബുർമത്തൻ കാലം കണ്ടില്ലേ? ഫീഹ ലഹമുല്ല കലപ്പം ഞാൻ കണ്ടല്ലോ. അപ്പം കണ്ടില്ലേ ചോദിച്ചാൽ കണ്ടല്ലോ. കാലു അപ്പോൾ വീട്ടുകാർ പറഞ്ഞു ബല കണ്ട് ശരി തന്നെയാണ്, കണ്ടത് ശരി തന്നെയാണ്. വലാക്കി ദാലിക ലഹമുൻ അതൊരു ലഹമാണ് നബിയെ തുസുദ്ദിഖ ബിഹി അല ബരീറാൻ്റെ മേലിൽ സ്വതക്കാർ നൽകപ്പെട്ടതാണ്. അന്തലാത്തക്കുരു സ്വതക്ക തങ്ങൾ സ്വതക്കൊന്നുമില്ലല്ലോ, അതുകൊണ്ട് തരാഞ്ഞായിരുന്നു. തങ്ങൾ ഹുവാലേഹ സ്വതക്ക ബരീറക്ക് സ്വതക്കയാണെങ്കിലും വലന ഹദിയ നമുക്ക് ഹദിയാണ്. ഇങ്ങോട്ട് വേണ്ടതാണ് നിങ്ങൾ എന്നർത്ഥം. മുത്തഫഖുന്നലൈ. പിന്നെ വഅൻഹ അന്നഹ കാലത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖ്ബലുൽ ഹദിയ നബികൾ ഹദിയ വാങ്ങും. വയുസീബു അലൈഹ അതിൻ്റെ പകരം അങ്ങോട്ട് തിരിച്ചിങ്ങാണ്ട് ഹദിയ എന്തെങ്കിലും കൊടുക്കും ചെയ്യും. ഹദിയ വാങ്ങും ചെയ്യും, ഷാറാക്കിയിട്ട് അത് കൊടുക്കുകയും ചെയ്യും. വാങ്ങിയാണ്ട് വല്ലാണ്ട് പിന്നെ അവനാ സാപ്പിടലല്ല. വിധങ്ങൾ ഇടും, സാപ്പിടാൻ പറ്റി സാപ്പിടും ചെയ്യും, സ്വീകരിക്കാൻ പറ്റി സ്വീകരിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? അതിനൊക്കെ എന്ത് ചെയ്യും? വൈദ ഹയ്യത്തും ബി തഹയ്യത്തിനും ഹയ്യു ബി അഹ്സന മിൻഹാ റുദ്ദുഹാർണ മാതിരി എന്ത് ചെയ്യും? സാറായിട്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. റവാഹുൽ ബുഖാരി വൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ ദുഈതു ഇലാ ഖുറാഇൻ ഞാനൊരു ഖുറാനിലേക്ക് ക്ഷണിക്കപ്പെട്ടാലും രാജപുത്ത് ഉത്തരം ചെയ്യോ? ഓർമ്മ ഖുറാനാണെങ്കിൽ ഇതാണ് നിന്നുകൊണ്ടുണ്ട് ഇത് അല്ലെങ്കിൽ ഏത് കുളമ്പ്. അപ്പം ലൗ ദുഈതു എന്നെ ക്ഷണിക്കപ്പെട്ടാൽ ഇലാ ഖുറാഇൻ ഒരു കുളമ്പിലേക്ക് ക്ഷണിക്കപ്പെട്ടാലും രാജപുത്തു ഞാൻ ഇജാബത്ത് ചെയ്യും. പല ഉഹുദിയയിലയ്യ എന്നിലേക്ക് അതിയെ നൽകപ്പെട്ടാൽ ഖുറാഉൻ ഒരു കൈകാലിൻ്റെ എല്ലേ അത് അതിയെ നൽകപ്പെട്ടാലും കബിൽത്തു ഞാൻ സ്വീകരിക്കും. ഇതാപ്പം തരാൻ കണ്ടുകൊണ്ട് ഓടുന്നു അറിയില്ല. റവാഹുൽ ബുഖാരി. വഅൻഹു അബൂ ഹുറൈറ റിപ്പോർട്ട് എന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസൽ മിസ്കീനു ഈ പാവം എന്ന് പറഞ്ഞാൽ അല്ലത് യാതൊരുത്തനല്ല
യത്തൂഫു അലന്നാസി ജനങ്ങളെ മേൽ ഇങ്ങനെ കറങ്ങിയടക്കും തെറുദ്ദുഹു ലുക്കുമത്തു ലുക്കുമത്താനി ഒന്നോ രണ്ടോ പിടി ഭക്ഷണം കിട്ടിയാൽ ഓൻ തിരിച്ചു ലുക്കുമത്തോ ലുക്കുമത്താനി ഓനെ തിരിച്ചു വിടുകയും ചെയ്യോ. തമ്രത്തോ തമ്രത്താനി ഒന്നോ രണ്ടോ കാരയ്ക്ക് ഓൻ തിരിച്ചു വിടും. ഓനല്ല യഥാർത്ഥ മിസ്കീൻ. ലാക്കിനിൽ മിസ്കീൻ എങ്കിലും മിസ്കീനെ അറ്റതി യാതൊരുത്തനാണ്. ലായിജിദു ഹിനം യുഗ്നീഹി ഓൻ ആവശ്യം തീർക്കുന്ന ഐശ്വര്യം ഓൻ എത്തിക്കൂല്ല. വല ഇഫ്തനു ബിഹി ഓൻ അറിയപ്പെടില്ല. തസദ്ദഖഅലൈഹി അറിയപ്പെട്ടിരുന്നുവെങ്കിൽ സദഖ ചെയ്യപ്പെടുമായിരുന്നു. വല യഖൂമു അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി യാചിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങൂല്ല. ഫസ്അലുന്നാസ ജനങ്ങളോട് യാചിക്കൂല്ല. മുത്തഫഖുൻ അലൈഹി. അങ്ങനെ കുറേ മനുഷ്യന്മാരുണ്ട്, ആരോടും മുണ്ടൂല. ഓൻ പറ്റിയ ഒരു ദിവസം അന്തിക്കൊന്നും കഴിച്ചിട്ടില്ല. എന്നാൽ ആരോഗ്യക്കാരോടോ നാട്ടുകാരോടോ ആരും പറയോ എനിക്ക് ഭക്ഷണം കിട്ടിയില്ല പറയില്ല. അങ്ങനത്തെ പല മനുഷ്യന്മാരുണ്ടാവും, പച്ച പാവങ്ങളുണ്ടാവും. ഓൻ്റെ ദാരിദ്ര്യം ആരോടും പറയില്ല, ഇല്ലായും വല്ലായും പറയില്ല. അങ്ങനത്തെ ഉണ്ടല്ലോ, അങ്ങനെ പറഞ്ഞത് പിന്നെ ഓൽക്കും കൊടുക്കണം അങ്ങനത്തെ ആൾക്കാർക്ക്. മുത്തഫഖുൻ അലൈഹി. അൽ ഫസ്ലു സാനി അൻ അബി റാഫിൻ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅസ റജുലൻ മിൻ ബനി മഖ്സൂം. ബനു മഖ്സൂം ഗോത്രത്തിൽപ്പെട്ട ഒരാൾ നബിയെ നിയോഗിച്ചു. സദഖത്തി സകാത്തിന്റെ മേൽ പണിക്കാരനായി നിയോഗിച്ചു. ഫഖാല അബി റാഫി, നമ്മുടെ റിപ്പോർട്ട് ചെയ്യുന്ന അബു റാഫില്ലേ, അബു റാഫിനോട് ഈ ആള് പറഞ്ഞു കൈമാ തുസീമ മിന്നാ എന്നാ സക്കാത്ത് കുറച്ച് നിനക്കും കിട്ടും, പോരിൻ്റെ കൂടെ പോര്, ഇന്ന് എനിക്കും കുറച്ചൊക്കെ കിട്ടുന്ന. ഫക്കാല ഇല്ല, ഞാൻ നിന്റെ കൂടെ പോരില്ലേ. ഹത്താ ആത്തിയ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസലഹു, അള്ളാഹുവിൻ്റെ റസൂൽ ഹദറത്ത് ചെന്നുങ്ങാണ്ട് ഞാൻ ചോദിക്കണത് വരെ ഞാൻ പോരൂല. അങ്ങനെ പന്തലക്ക മൂപ്പര് പോയി. ആര് പോയി? അബൂ റാഫി പോയി. പിന്നെ റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് പോയി. ഫസാലഹു ചോദിച്ചു. ഫക്കാല പിന്നെ ഇന്ന സദഖത്ത നിശ്ചയമാടി സക്കാത്ത് ലാ തഹില്ലു ലനാ നമ്മക്കും ഹലാലല്ല, നമുക്ക് ഹലാലല്ല. ഇന്ന മവാലിയൽ കൗമി മിൻ അൻഫുസിഹിം, ഒരു കൗമിൻ്റെ കയ്യാൽ മോചിപ്പിക്കപ്പെട്ടവർ എന്തിൽപ്പെട്ടതല്ല, ഓലും നഫ്സിൽപ്പെട്ടതാണ്. കാരണം ഓൽക്കും പേര് ഹലാലാവില്ല സക്കാത്ത് വാങ്ങൽ. അപ്പം ആർക്കും പറ്റൂല, അഹ്ലു ബൈത്തിനും പറ്റൂല, അഹ്ലു ബൈത്തിനാ മോചിപ്പിക്കപ്പെട്ടവർക്കും പറ്റൂല. അബൂദാവൂദ് നസായി ഫത്ഹുൽ മീനിൽ അങ്ങനെ മസാല ഫത്ഹുൽ മീനിലല്ലേ അഹ്ലു ബൈത്തിൻ്റെ മൗലക്കും ചെയ്യാൻ പറ്റൂല, സക്കാത്ത് വാങ്ങാൻ പറ്റൂല. وعن عبد الله بن عمرو رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم لا تحل صدقة صدقة വാങ്ങ് സക്കാത്ത് വാങ്ങൽ ഹലാലല്ല ലിഗനിയിൻ, മുതലാളിക്കും പറ്റൂല, സക്കാത്ത് വാങ്ങാൻ പറ്റൂല. വലാദി മിറത്തിൻ സവിയ, നല്ല ലെവലുള്ളതായിരിക്കുന്ന നല്ല പിന്നെ ശരീരശക്തി ഉള്ളവനിക്കും, നല്ല നയിച്ചാൻ പോകണ നല്ല ബോഡിയാണ്, അങ്ങനത്തെവനിക്കും എന്ത് പറ്റൂല, സക്കാത്ത് വാങ്ങാൻ പറ്റൂല. റവാഹു തിർമിദിയോ അബൂദാവൂദ് നസായിയോ റവാഹു അഹ്മദ് നസായിയോ ഇബ്നു മാജാ അബീ ഹുറൈറ. യഥാർത്ഥത്തിൽ ഇമാമിങ്ങൾക്ക് അഭിപ്രായമുണ്ട് ഈ തടിയൂക്കുള്ള കാര്യത്തിൽ സംഗതി മൻസൂഖാണ്. വനീനിക്ക് ഏതായാലും വാങ്ങാൻ പറ്റൂല. മാണിക്ക് നയിച്ചാൻ പോകാൻ തിന്നാനും നല്ല പോക്കാനുണ്ട്, പക്ഷെ നയിച്ചാൻ പോകാതെ ബളൂത്തിരിക്കുകയാണ്. അങ്ങനത്തെ പറ്റുമോ എന്നുള്ള കാര്യം ഖിലാഫിയ മസല. عن أبي هريرة وعن عبيد الله بن عدي بن الخيار رضي الله عنه قال أخبرني رجلان. എന്നോട് രണ്ടാളുകൾ വർത്താനം പറഞ്ഞു. എന്താ ഒരു പറഞ്ഞ രണ്ടുമാ അത്തയ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, രണ്ടാളും കൂടി റസൂലുള്ളാഹിനെ ഹദറത്ത് ചെന്നോ. വഹുവ മുത്തനബി ഫി ഹജ്ജത്തുൽ വദാഅ്, ഹജ്ജത്തുൽ വദാഅ് എന്ന് പറയുന്ന അവസാനത്തെ ഹജ്ജല്ലേ, ആ ഹജ്ജത്തുൽ വദാഇൻ്റെ വേളയിലാണ് സംഭവം. വഹുവ നബിതങ്ങൾ ഇങ്ങനെ യക്സിമു സദഖത്ത, സക്കാത്ത് ഇങ്ങനെ ഓരിക്കുക. സക്കാത്ത് ഇങ്ങനെ ഓരിക്കുമ്പോഴാണ് രണ്ടാൾക്കാർ എന്ത് വന്നത്, കിട്ടുവരാൻ വേണ്ടി ചെന്നപ്പോൾ ഫസാലാഹു വെറുതെ കൊടുത്തിക്ക് ഒരു ചോദിച്ചെന്നെ ചെയ്തു. ഞമ്മക്കും തെരിയറിഞ്ഞാണ്ട് നബിനോട് ചോദിച്ചിട്ട് റഫാഫീന അന്നറ, നബിതങ്ങൾ ഞങ്ങൾ കണ്ടിങ്ങനെ ഉയർത്തി നോട്ടം ഇങ്ങനെ നോക്കിങ്ങാണ്ട് വഹഫല്ലാഹു ഇങ്ങനെ കീഴ്പ്പെട്ട് നോക്കിയിട്ട് ജൽദൈനി, നബിതങ്ങൾ ഞങ്ങൾ നല്ല മല്ലന്മാരായിട്ട് കണ്ടു. നിങ്ങൾ മുഖത്തൊക്കെ ഇങ്ങനെ നോക്കി അതെങ്ങനെ താത്തി, അത് നോക്കി നോക്കുമ്പോൾ നബിതങ്ങൾക്ക് മനസ്സിലായി ഇപ്പം നല്ല മല്ലന്മാരാണ്. ഫകാല തങ്ങൾ പറഞ്ഞു, ഇൻ ഷീത്തുമാ തൈത്തുകുമാ, നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കും, നമ്മൾ തരാം. വല ഹല്ല ഫീഹാരി വനിയിൻ, നിങ്ങൾ വർത്താനം കേൾക്കണോ, സമ്പന്നന്മാർക്ക് ഇതിൽ വിഹിതമില്ല. വലാരി കവിയും മുക്തസിബിൻ, അധ്വാനിക്കാൻ കഴിയുന്ന മല്ലന്മാർക്കും ഇതിലെന്തില്ല, വിഹിതം ഇല്ല. റവാഹു അബൂദാവൂദ് വന്നസായിയോ വന്നത്തായി ബിൻ യസാരി റളിയല്ലാഹു അൻഹു മുർസലൻ അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, ലാ തഹില്ലു സഖത്തു സക്കാത്ത് വാങ്ങാൻ ഹലാലാകൂല ലിഗനിയിൻ, സമ്പന്നനിക്ക്, ഇല്ലാ ലി ഹംസ, അഞ്ചാൾക്കാർക്ക് സ്വന്തം പൈസ ഉണ്ടെങ്കിൽ സക്കാത്ത് വാങ്ങാം. ആ അഞ്ചാൾക്കാരെ കേട്ടോ. ഒന്ന്
ഖാസിം ഫീ സബീലില്ലാഹി അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുന്ന പട്ടാളക്കാരൻ. ഓൻ സ്വന്തം സ്വത്തുണ്ടെങ്കിലും ഓൻ എന്തുമായിട്ട് ഒരുങ്ങിക്കുകയാണ്? യുദ്ധത്തിന് വേണ്ടി ഇങ്ങോട്ട് ഒരുങ്ങി നിൽക്കുന്ന പട്ടാളക്കാരനാണെങ്കിലും ഓന് എഴുതി വെക്കാത്തുണ്ട്, സക്കാത്തുനിന്ന് വിഹിതമുണ്ട്. രണ്ടാമത്തെ വലിയ ആമിലിൻ അലിയ സക്കാത്തിന് പോയി തൊഴിലെടുക്കുന്ന ആളുകൾക്കും പറഞ്ഞില്ല ഓനോട് പണിയുടെ കൂലി കൊടുക്കണം. ഓന് വലിയ മുതലുണ്ടോന്നാലും നോക്കണ്ട, നമ്മൾ നോക്കണ്ട. ആ വിഷയത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ എന്ത് ചെയ്യണം? ഓന് കൂലി കൊടുക്കണം. മൂന്നാമത്തെ ഒരു ഓരിമീൻ കടത്തും കൊണ്ട് വലങ്ങിയവർക്കും ഓൻ സ്വന്തം സ്വത്തുണ്ടെങ്കിലും ഓന് അത് 2-3 വിഷയം മാമിങ്ങളെ വഹിച്ചിട്ടുണ്ട്. ആ രീതിയിൽ കടം വാങ്ങിയവനാണെങ്കിൽ കടത്ത് കുടുങ്ങിയ ഓന് സക്കാത്ത് വാങ്ങാൻ പറ്റും. നാലാമത്തത് ഔലി റജുലിൻ ഇസ്തറാഹാബിമാലിഹി, ഓൻ സക്കാത്ത് ഓന് പൈസ കൊടുത്ത് വാങ്ങി. ഒരു ചങ്ങായിക്ക് സക്കാത്ത് കിട്ടിയ മുതലേ ഇനി ആ സക്കാത്ത് കിട്ടിയ മുതലിനെ നമ്മൾ പൈസ കൊടുത്ത് നമുക്ക് വാങ്ങാക്കണി നമുക്ക് തരാലോ. അല്ലെങ്കിൽ ഔലി റജുലിൻ കാന ലഹു ജാറു മിസ്കീനുൻ, ഒരു റജുലിക്ക് ഓനിക്കൊരു സാധുവാരന് അയൽവാസി ഉണ്ടായിരുന്നു. ഫതുസുദ്ദിഖാല മിസ്കീനി, സാധുവിന് മേൽ സക്കാത്ത് ലഭിച്ചു. ഫഹദൽ മിസ്കീനിൽ ഓനിക്ക്, ഈ സമ്പന്നനിക്ക് മിസ്കീൻ അത് ഹദിയായിട്ട് കൊണ്ടേ കൊടുത്തു. അപ്പോൾ ഓന് ഇടാൻ പറ്റുമെന്ന് നമ്മളാർക്ക് കൊടുത്തോ? പിന്നെ സാധുവിനിക്ക് കിട്ടി. ഓൻ പാവം നിലക്ക് സക്കാത്തോ വാങ്ങി. സക്കാത്ത് വാങ്ങിയിട്ട് ഓനത് ഹദിയ നിലക്ക് കാഴ്ച വസ്തു നിലക്കാർ കൊണ്ടേ കൊടുത്തോ? സമ്പന്നിക്ക് കൊടുത്തു. അപ്പോൾ ഓനിക്ക് ഹലാലാകും. അല്ലാതെ നേരിട്ട് ആർക്കും വാങ്ങാൻ പറ്റൂല, മുതലെടുക്കത് വാങ്ങാൻ പറ്റൂല. പിന്നെ റവാഹു മാലിക്കുൻ അബൂ ദാവൂദ വഫീ റിവായത്തിൽ അബീ ദാവൂദ അൻ അബീ സഈദ് വബിൻ സബീൽ അവ ഇബ്നു സബീൽ എന്നും കൂടി ഉണ്ട് അവിടെ. അബൂ ദാവൂദ് അബൂ സഈദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വൻ സിയാദ് ബിൻ ഹാരിസ് സുദാഇ റളിയല്ലാഹു അൻഹു ഖാല ആതൈതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫആയതുഹു, റസൂലുള്ളാഹിനെ ഹദർത്ത് ഞാൻ ചെന്നു. ഫആയതുഹു, റസൂലുള്ളാഹിനോട് ഇങ്ങനെ കൈയൊടിച്ചിങ്ങാണ്ട് കരാറൊക്കെ ചെയ്തു. ദക്കറ ഹദീസൻ തവീല, അങ്ങനെ ദീർഘമായ ഹദീസൊക്കെ മൂപ്പര് പറയാണ്. ഫാത്താഹു റജുലുൻ, അപ്പൊരാളവിടെ വന്നു. ഫക്കാല, അയാൾ പറഞ്ഞു ആയത്തിനി മീ സദക്ക നബി, എനിക്ക് സക്കാത്ത് തരികയാണ്. ഫക്കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പുറം റസൂലുള്ള മൂപ്പരോട് പറഞ്ഞു ഇന്നല്ലാഹ ലം യറല്ലാ, നിശ്ചയം അല്ലാഹു പൊരുത്തപ്പെടൂല ബിഹുക്മി നബിയ്യിൻ വലാ ഗൈരിഹി ഫി സദഖാത്ത്, സക്കാത്തിൻ്റെ കാര്യത്തിൽ ഒരു നബിയുടെയോ നബി അല്ലാത്തവരുടെയോ ഹുക്കും കൊണ്ട് അള്ളാഹു പൊരുത്തപ്പെടൂല. ഹത്താ ഹക്കമ ഫീഹാ, ഹത്താ പിന്നെ ഹത്താ ഹത്ത ഹക്കുമ നിങ്ങളിൽ ഹക്ക ഹുക്കിമ ഫീഹ, അതിൽ ഹുക്കും അറിയപ്പെടുന്നത് വരെ ഹുവ അള്ളാഹു, അള്ളാഹു എന്താണോ ഒരു പറഞ്ഞ് ആ വിധി നമ്മൾ പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പിന്നെ അങ്ങനെ നബിതങ്ങൾ അതിനെ ആ സക്കാത്തിനെ ഇങ്ങനെ ഓരിയാക്കി. എത്ര ഒട്ട ഓരി? സമാനിയത്ത് അജ്സാ, 8 ഓരിയാക്കി. ഇന്ന സദഖാത്തുൽ ഫുഖറാഇൽ മസാകിൻ എന്ന് പറഞ്ഞാൽ 8 വിഭാഗത്തിന് തിരിച്ച്. ഫൈൻ കുന്ത മിൻ തിൽക്കൽ അജ്സാ, ഈ 8 വിഭാഗത്തിൽപ്പെട്ട വിഭാഗത്തിൽ പെടുമെങ്കിൽ ആതൈതുക, എനിക്ക് ഞാൻ തരും. റവാഹു അബൂ ദാവൂദ. അൽ-ഫസ്ലു സാലിസു അൻ സയ്യിദ് ഇബ്നു അസ്ലം അന്നഹു ഖാല ശരിബ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ലബനൻ, ഉമർ റളിയല്ലാഹു അൻഹു പാല് കുടിച്ചു. ഉമർ റളിയല്ലാഹു പാല് കുടിച്ചു. ഫഅജബഹു, മൂപ്പർക്ക് ആ പാല് ഭയങ്കര സന്തോഷമായി. പാല് നല്ല ടേസ്റ്റുള്ള പാല്. ഫസഅല, ഉമർ റളിയല്ലാഹു ചോദിച്ചു അല്ലദീ, ഒരാളോട്, സക്കാഹു, മൂപ്പർക്ക് ഈ പാല് കൊണ്ടുവന്ന് കുടിപ്പിച്ച ഒരാളുണ്ടല്ലോ, ആ ആട് ഉമർ ചോദിച്ചു മിന്നൈന ഹാദൽ ലബൻ, ഈ പാല് എവിടെ നിന്നാണ് കിട്ടി ചോദിച്ചു. കുടിച്ചതിൻ്റെ ശേഷം ചോദിച്ചു കേട്ടോ, കുടിച്ചതിൻ്റെ ശേഷം ചോദിച്ചാൽ ഈ പാല് പണിക്ക് ഇവിടുന്ന് കിട്ടി ചോദിച്ചു. അപ്പോൾ അഖ്ബറഹു, അപ്പോൾ മൂപ്പര് പറഞ്ഞു, നിങ്ങൾക്ക് വർത്താനം കേൾക്കണോ, ഇന്നഹു വറദ അലാ മാഇൻ അത് സമ്മാഹു, പേര് പറഞ്ഞിനു. ആ കിണറിൻ്റെയും പേര് പറഞ്ഞിട്ടില്ല, ഏതായാലും പേര് പറഞ്ഞ കിണറുണ്ടായിനി. ആ കിണറ്റിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പിന്നെ താൻ ചെന്നത്രേ. ചെന്നപ്പോൾ ഫൈദ നാമും മിൻ നാമി സാദഖത്തി, ആടുമാടൊട്ടത്തിന് പറഞ്ഞ പേരാണെന്ത്? നാമ്. നാമ് പറഞ്ഞാൽ ആടുമാട് ഒട്ടകം. അപ്പോൾ സക്കാത്തിൻ്റെ ആടുമാടൊട്ടത്തിൽപ്പെട്ട ആടുമാടൊട്ടകങ്ങളുണ്ട് അവിടെ ഇങ്ങനെ ഒരുപാട്. ഒഹു മെസ്കൂന, ഓലൊക്കെ വെള്ളം കുടിപ്പിക്കുകയാണ്. ഇതിന് ഇങ്ങനെ ജനങ്ങളൊക്കെ എന്താണ് ഇതിനിങ്ങനെ പ്രത്യേകം വെള്ളം കൊടുക്കുക. സക്കാത്തിൻ്റെതാണ് ആ സാധനം. അപ്പോൾ അതിന് വെള്ളം കൊടുക്കുകയാണ്. ഇപ്പോൾ ഹലബു ഓൽ കറന്നു, പിന്നെ അൽബാനിയ, പാലൊന്നിങ്ങനെ കറന്നെടുത്തു. അപ്പോൾ പാലിങ്ങനെ കണ്ടപ്പോൾ ഞാനെന്ത് കാട്ടി അറിയാം. അപ്പോൾ സയൽത്ത് ഓഫീസിക്കായി ഞാൻ എൻ്റെ തോൽപ്പാർത്തക്ക് അത് എടുത്തു. പിന്നെ എല്ലാവർക്കും ക്വാണ്ടൽക്കൊക്കെ കൊടുക്കും. അപ്പോൾ സക്കാത്തിൻ്റെ അതല്ല. അപ്പോൾ ഞാനെന്ത് ചെയ്തേ അറിയാം, ഞാൻ കുറച്ച് പാല് ഞാനതിനെടുത്തു. ഈ പാലാണ് അറിയാം. ഇതാണ് കേട്ടപ്പോൾ വദഖല ഉമർ റളിയല്ലാഹു അൻഹു കണ്ട് കൈയിട്ട് അത് കൊല്ലിക്കണിങ്ങനെ അങ്ങനെയാണ് കൈയിട്ടു. ഓനെ ഞാൻ ആ പാല് കുടിച്ചല്ലോ എന്ന്. മൃഗാന തങ്ങളല്ലേ. ഫസ്തഖാ, മൂപ്പനാണ് ഛർദ്ദിച്ചു. റവാഹു മാലിക്കുൻ വൽ ബൈഹഖി ഫീ ശുഅബിൽ ഈമാൻ.